അമേരിക്കയ്ക്ക് എല്ലാം വ്യക്തമായി അറിയാമായിരുന്നു ജൂലൈ 20-ന് ഈ രാജ്യത്ത് ദില്ലിയിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുമെന്നും അത് അക്രമാസക്തമാകുമെന്നും അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഈ ദില്ലിയിലുള്ള US എംബസിയുടെ ഡെമോൺസ്ട്രേഷൻ അലർട്ടും, അതായത് ജൂലൈ 17-നാണ് ഈ അലർട്ട് അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ US ഉപദേശക സമിതി ജൂലൈ 17-ന് ഒരു അലർട്ട്, ഒരു ജാഗ്രതാ നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൽ അവർ പറയുന്നു, ദില്ലിയിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വലിയ ഒത്തുചേരലുണ്ടാകും, അത് വലിയ സംഘർഷത്തിലേക്ക് എത്തും, ഗതാഗതങ്ങൾ തടസ്സപ്പെടും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ പൗരന്മാർ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകൾ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾ മാധ്യമ വാർത്തകൾ പതിവായി ശ്രദ്ധിക്കണം എന്താണ് സംഭവിക്കുക എന്ന്. അതുപോലെ തന്നെ ഗതാഗതത്തിന് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കണം, കാരണം ഗതാഗത നിയന്ത്രണവും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ജന്തർ മന്ദിർ, പാർലമെന്റ് ഹൗസ്, കിസാൻ ഘട്ട് എന്നിവയ്ക്ക് സമീപം പോകരുത്. കിസാൻ ഘട്ടിൽ 250-ൽ പരം സംഘടനകൾ ഒരു വലിയ പ്രതിഷേധം, കർഷക പ്രതിഷേധം നടക്കാൻ പോവുകയാണ്. അത് വലിയ അക്രമത്തിലേക്ക് തീരും. അതുകൊണ്ട് ഇവിടെ ഒന്നും ഈ അമേരിക്കൻ പൗരന്മാർ പോകരുത് എന്നാണ് അമേരിക്ക അവരുടെ പൗരന്മാർക്ക് ജൂലൈ 17-ന് തന്നെ ഈ സർക്കുലർ അയച്ചിരിക്കുന്നത്. ആ സർക്കുലറിന്റെ കോപ്പി അടക്കം ഞങ്ങൾ ഈ വാർത്തയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 20-ന് നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച് കൃത്യമായ പ്ലാനിങ് അമേരിക്കയ്ക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ ആ അമേരിക്കയുടെ ഫണ്ടിങ് ആണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം വാങ്ചിങ് പോൾ ഒരാൾ 50 മിനിറ്റ് സംസാരിക്കുന്നതിന് 15 ലക്ഷം രൂപയാണ് സാധാരണ സംഘാടകരോട് ആവശ്യപ്പെടാറുള്ളത്. അതായത് വാടകയ്ക്ക് നിരാഹാരം കിടക്കുന്ന ആ വ്യക്തിക്ക് ഒരു ദിവസം അപ്പോൾ നിരാഹാരം കിടക്കുന്നതിന് എത്ര ലക്ഷം രൂപയായിരിക്കും കൊടുക്കേണ്ടി വരിക എന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അമേരിക്കയുടെ ഇതിന്റെ പിന്നിലുള്ള ഒരു സ്വാധീനം ഇപ്പോൾ കുറച്ച് കൂടുതൽ തെളിഞ്ഞു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.